അച്ഛനോടൊന്ന് പോയതിന് ശേഷം ഒന്നും കഴിച്ചില്ലേ? കഴിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചു മടുത്ത്. എന്നിട്ട് കഴിക്കണ കഴിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നണല്ലോ. പട്ടിണി കിടന്ന പോലെ ഉണ്ടല്ലോ. ചില സമയം പട്ടിണി കിടന്നു. നീ മുമ്പേ പറഞ്ഞിട്ട് പോരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കേട്ടോ. ഞങ്ങളെല്ലാരും തെങ്ങും തടത്തിന് ചുറ്റും ചുറ്റും തിരിയുന്നവര്, നീ ലോകം മൊത്തം ചുറ്റി തിരിയുന്നവൻ. എന്നിട്ടിപ്പോ എന്തായി? കുടുംബശിഥിലമായോ? രാവിലെ കരുനാഗുളത്തിന് പറയാ എന്റെ കുടുംബം ശിഥിലായെന്നാ. നീ നീലുവിനെ വിളിക്കുന്നില്ലയോ? ഞാൻ വിളിക്കുന്നു. എടാ നീ അത് ഇറക്കിട്ട് പറ. ഞാൻ എന്തിനു വിളിക്കുന്നത്? അവൻ സ്വസ്ഥ സമാധാനമായിട്ട് കുടുംബത്തിൽ കഴിയല്ലേ, അവിടെ തന്നെ കഴിഞ്ഞോട്ട്. എല്ലാവർക്കും വാശിയാ. വാശിയാണോ? അവിടെ അച്ഛൻ പറയുന്ന കേട്ടു, നീലു ഇനി അവിടെ നിക്കട്ടെന്ന്. നീലു അവിടെ നിക്കട്ടെന്ന്. വിഷ്ണുവും പെണ്ണും കൂടി ഇവിടെ താമസിക്കുവോ അല്ലെങ്കിൽ അവർ വേറെ വീടെടുത്ത് താമസിക്കുവോ എന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെ. എവളെ കുഴിപ്പള്ളത്തും പറഞ്ഞു വിടാം. എന്നിട്ട് പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് വരട്ടെന്ന്. എന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? നിന്റെ കാര്യം പരാമർശിച്ചതേ ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടിയില്ല. അല്ല, നീ ഒന്നും വേണ്ടാന്നും പറഞ്ഞോണ്ട് പോയനില്ലയോ? പിന്നെന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നേ? അച്ഛൻ ആർക്കും വേണ്ടേ? എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ. ഞാൻ നികത്തിക്കരെ പോണു. എന്നാ അമ്മ എന്നെ കണ്ടാണ്ടല്ല രണ്ട് കൈയിട്ട് എടുത്ത് എന്നെ ഇടിപ്പിൽ വയ്ക്കും. രണ്ടു കൈ കൊണ്ട് എടുത്ത് അടുപ്പത്ത് വെക്കും. അച്ഛന്റെ കാര്യം പറയാൻ നോക്കിയിരിക്കണം. അവിടുത്തെ അമ്മ കട്ടക്കലിപ്പാവാനായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയെ പോവാതിരിക്കണം നല്ലത്. അല്ല, അപ്പൊ ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നത്? സത്യം പറയാല്ലേ, ഞാൻ അവളെ കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഓടിപ്പടത്ത് ഇങ്ങോട്ട് വന്നത്. സത്യം പറയാലോ, നീ ഇനി ഇങ്ങോട്ട് വരത്തേ ഇല്ലെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞപ്പം അച്ഛൻ ആർക്കും വേണ്ടാതായി. ഈ കൊച്ചെന്ത് വർത്താനത്? ഞാൻ ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ശിവഗംഗയെ പോകും. ശിവഗംഗയിൽ ഇരിക്കുന്നു നിന്റെ അമരവളയിലെ കുഞ്ഞമ്മ. കുഞ്ഞമ്മ എഞ്ചിനീയർക്ക് അവിടെ ഏക്കറക്കിന് സ്ഥലമുണ്ട്, ഫാം ഹൗസ് ഉണ്ട്, നല്ല കൃഷിയിടമുണ്ട്. ഞാൻ കൃഷി നോക്കി സുഖമായിട്ട് അന്തം അവിടെ ജീവിക്കും. മിക്കവാറും അങ്ങനെ തന്നെ ജീവിക്കേണ്ട വരും. ഇവിടുത്തെ ഭർത്താവ് ഉദ്യോഗസ്ഥരുടെ പോയി രാവിലെ കുളിച്ചിറങ്ങി ഓഫീസിലൊക്കെ പോയി. ഇപ്പൊ ലീവ് ഒന്നും എടുക്കാറില്ല. അവളെ ഉന്തിത്തള്ളി വിടുമല്ലേ? അച്ഛൻ അമ്മേനെ വിളിക്കണല്ലേ? അവളാണ് എന്നെ വിളിക്കുന്നത്. എടാ, നീ കാരണമാ നീലുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്വാമിയെ, സെന്റിമെന്റ്സ് പറഞ്ഞ് ബാലിനെ തിളയ്ക്കാൻ നോക്കണ്ട കേട്ടാ. ബാലിന്റെ മനസ്സിൽ കല്ലാണ്, കരിങ്കല്ല്. ബാക്കിയുള്ള കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് പുല്ലാണ്. എന്ത് ഇടലില്ലാതെ ഇവിടെ അടുക്കളയില്ലേ? ആരും പുറത്തിറങ്ങില്ലല്ലേ? അച്ഛനെ പറ്റി കുറ്റം പറയുന്നേ അല്ലേ? അച്ഛൻ കഠിന ഹൃദയനാണ്, പിന്നെ ആരുടെ മുമ്പിൽ തോക്കൂല എന്നൊക്കെ തന്നെ പറയണേ. അല്ല, അച്ഛന്റെ സ്വഭാവം അഴുക്ക സ്വഭാവമാണ്. ആര് പറഞ്ഞു? രണ്ടുപേരും പറയുന്നത്. അമ്മൂമ്മയും പറഞ്ഞു, ലച്ചുവച്ചും പറഞ്ഞു. എല്ലാം അങ്ങനെ പറയുള്ളൂ. അത് കേട്ടിട്ട് മക്കൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ഇല്ല, ഞാൻ പോട്ടെ അച്ഛാ. വാ ചോദിക്കട്ടെ. അച്ഛൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് ആർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലേ? എന്ത് എന്നുവെച്ചാ അങ്ങനെ ആർക്കും ഒരു ആകാംക്ഷയില്ലെന്ന് അറിയാവോ? എന്ത്? അച്ഛൻ ഒന്നും വേണ്ടാ വരുമെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഓ പിന്നെ ആർക്കൊക്കെ അറിയായിരുന്നു? എനിക്കും അറിയായിരുന്നു. നിനക്കും അറിയായിരുന്നാ? എന്നിട്ട് എല്ലാരും പറഞ്ഞല്ല ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചെന്ന്. ചുമ്മാ പറയുന്നല്ല അച്ഛാ. അച്ഛന് കാര്യം ചോദിക്കട്ടാ, അച്ഛൻ ഇവിടുന്ന് പോയപ്പോ ആർക്കൊക്കെ ഉണ്ടായിരുന്നു സങ്കടം? ഞങ്ങൾക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ദേഷ്യമായിരുന്നു. ദേഷ്യമായിരുന്നു. അപ്പൊ ആരും കരഞ്ഞില്ലേ? ആര് കരഞ്ഞു? ഞാൻ കരഞ്ഞു. വാടി തള്ളാതെ. ആ ക്യാഷ് അങ്ങനെ കരഞ്ഞാണ്. കേഷ്ടണം കരഞ്ഞത് പോലും ഇല്ല. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലേ? എവിടെ പോയി ചേച്ചി? അടുക്കളയില്. എന്തിനാ ചേച്ചി? ഒന്നുമില്ല, ചേച്ചിക്ക് റൂമിൽ ഇരുന്ന് ബോറടിച്ചപ്പം ചേച്ചിയെ സഹായിക്കാന്ന് വെച്ചാ. പോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ അടുക്കള കയറിയാ ഞാൻ പിന്നെ ഇവിടെ ആഹാരം കഴിക്കൂല. ചേച്ചി കിച്ചണിൽ കയറി അച്ഛനെ ഇവിടെ ആഹാരം കഴിക്കത്തില്ല. ചിലർക്കൊക്കെ അങ്ങനെ ചില നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട്. എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല പിന്നെ ഈ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാണ് അടുക്കള കയറാൻ പോണത്? അവിടെ വല്ല ഉണ്ടാക്കണമെങ്കിൽ അത് തിന്നുകൊണ്ട് എവിടെയും മുറിയിൽ ചൂട് കിടക്കണം. അല്ല പിന്നെ അടുക്കള കയറണം. കരയുന്നോ? യോ, അതിന് മാത്രം ഇവിടെ കരയാനും മാത്രം ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ, വെറുതെ കണിയിരുന്ന് ഒഴുകരുത് കേട്ടാ, അത് കുടുംബത്തിന് നല്ലതല്ല. അച്ഛൻ എന്താ അച്ഛൻ വെറുതെ എന്തിനാ കൊച്ചിന് ഓരോന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കണേ? അച്ഛൻ മാത്രമല്ല, അമ്മമ്മയുണ്ട്. അതിന് ഞാൻ എന്താ പറഞ്ഞു? നിന്റെ അച്ഛൻ പറഞ്ഞപ്പോ അതൊന്ന് താങ്ങി, അത്രേ ഉള്ളൂ. ഇപ്പൊ താങ്ങണ്ട അങ്ങനെ. ഓ, നാത്തൂനെ പറഞ്ഞപ്പോ അത്ര പിടിച്ചില്ലല്ലയോ? ഇപ്പൊ നാത്തൂനെ കണ്ടപ്പോ അമ്മൂമ്മ വേണ്ട. അല്ലെങ്കിലും അങ്ങനെ പണമുള്ളവരെ കാണുമ്പോഴേ ഇങ്ങനെ മണം പിടിച്ച് 4 വഴിക്ക് നടക്കും. പിന്നെ ഞാൻ പണമുള്ളവരെ കാണുമ്പോഴത്തേക്ക് മണം പിടിച്ച് പുറകെ നടക്കാൻ പോവല്ലേ? ഒന്ന് പോയാ അമ്മൂമ്മ. ചേച്ചി കരഞ്ഞെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പപ്പ ഒന്ന് ഇവിടെ വഴക്കുണ്ടാക്കും.
വഴക്കുണ്ടാക്കണം. അതിനുവേണ്ടി കാത്തിരിക്കണം ഞാൻ. ഒരുപാട് കലിപ്പ് കണ്ടവനാണ് ഈ ബാലു. അതെ, എൻ്റെ പപ്പ അത്ര മോശമൊന്നുമല്ല. ഈ ബിസിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ പപ്പയും കുറേ പ്രശ്നമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പപ്പയ്ക്ക് വരാൻ പേടിയൊന്നുമില്ല. എൻ്റെ മമ്മി അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നിങ്ങളുടെ കൂട്ടി ഇട്ടാവട്ടത്തുള്ള കളിയൊന്നുമില്ല. നല്ല ഇന്റർനാഷണൽ കളി അവർ കളിക്കുന്നത്. അവരോട് അധികം മൂട്ടാൻ നിൽക്കണ്ട, സൂക്ഷിച്ചോ. അതിന് പോയണ്ടോ കണ്ടാ? അത് അച്ഛൻ ഓരോന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കരയിപ്പിച്ചല്ലേ? അതിൻ്റെ കരയാൻ കിടക്കണേ ഉള്ളൂ. അത്രമാത്രം എന്നെ കരയിപ്പിച്ചിട്ടുണ്ട്. ആ കൊച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടാ? മുട്ടാൻ നിക്കണ്ടാന്ന്. അച്ഛൻ പേടിച്ചു വെച്ചാ? പേടിച്ചു വേന്ന്. ആര് പഠിക്കാൻ? ആര് പഠിക്കാൻ? മാമിയായി. മാമി പറഞ്ഞ് പേടിച്ചായിട്ട് തോന്നിയാ? അത് തോന്നി.